പാരിജാതപ്പൂ സുഗന്ധമീരാത്രിയിൽ എന്നോമൽ പൈങ്കിളി നീയുറങ്ങ്, എന്നോമൽ പൈങ്കിളി നീയുറങ്ങ്. അല്ല രവി, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ആ സ്ഥലം ഞാൻ പോയി നോക്കി. അവിടെ വീടുണ്ടാക്കാനൊന്നും പറ്റില്ല. അഥവാ റിസ്കിൽ ഉണ്ടാക്കിയ തന്നെ ആരും വാങ്ങില്ല. തൽക്കാലം വേറെ സ്ഥലം നോക്കും. അപ്പം കേട്ടതൊക്കെ ശരിയാണല്ലേ? ഞാനെന്താ കേട്ടത്? സാറിന് സിനിമ മാത്രല്ല തലക്കച്ചവടം ഉണ്ടെന്ന്. വലിയ ഇതില്ല, ചെറിയ സൈഡ് ബിസിനസ്. ആ, അത് നല്ലതാ. പിന്നെ താനിങ്ങനെ തുടർച്ചയായി വിളിച്ച് ശല്യം ചെയ്തിട്ടാ വരാൻ പറഞ്ഞത്. എനിക്ക് ഉറപ്പാ സാറിന് എനിക്കത് ഇഷ്ടപ്പെടും. എൻ്റെ പേരെന്തായിരുന്നു? ചന്ദ്രൻ. ഏഴുമല ചന്ദ്രൻ എന്നാ വെക്കാറ്. നമുക്കൊന്ന് അകത്തേക്കിരിക്കാം. അകത്തിരുന്ന് കഥ പറയാൻ നല്ലത് പുറത്താണ്. അതാകുമ്പോ ഒരു ഫീല് കിട്ടും. താൻ സിനിമ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷോർട്ട് ഫിലിമോ? 2 എണ്ണം. യൂട്യൂബിലുണ്ടോ? ഇല്ല, CD ഇറക്കിയതാ. വേണേ CD എത്തിക്കാം. വേണ്ട, ചോദിച്ചെന്നുള്ളൂ. ഇത് സാറിന് വീടല്ലേ? അല്ലടോ, ഇത് ഞാൻ പണിയെടുത്ത് വെക്കാൻ പറ്റില്ല. താൻ കഥ പറഞ്ഞോ. വലിച്ചെട്ടി പറയണ്ട, ഷോർട്ടാക്കി പറ. കഥേൻ്റെ മെയിൻ പോയിന്റ് മതി. ഈ കഥ നടക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. പഴക്കമുള്ള ഒരു ഓട് മേഞ്ഞ വീട്. ഇതിലെ മെയിൻ കഥാപാത്രം ഒരു പാവക്കുട്ടിയാണ്. ഒരു 1.5 കാലം പാവക്കുട്ടി. ആ പാവ അവളുടേതാണ്, പാർവതിയുടെ. പാറു, അങ്ങനെ അവളുടെ വിളിപ്പേര്. അവൾക്ക് വല്യമ്മ മാത്രമാണുള്ളത്. ആ പാവക്കുട്ടിയും വല്യമ്മയും. പിന്നെ ആ വല്യമ്മ പാടുന്ന താരാട്ട് പാട്ടുമാണ് അവളുടെ ലോകം. പാരിജാതപ്പൂ സുഗന്ധരാത്രിയിൽ എന്നോമൽ പൈങ്കിളി നീയുറങ്ങ്, എന്നോമൽ പൈങ്കിളി നീയുറങ്ങ്. വീശുന്നിതാ കുളിർ തന്നലും ജനാലയിൽ പൗർണമിരാവിൻ്റെ ഇരുളിമയും. കിനാവുകൾ കണ്ടു ഉറങ്ങു നീ പൈങ്കിളി, ചേലോടു നിൻ ചുണ്ടിൽ പാൽ പുഞ്ചിരി. രാരിരാരോ രാരാരിരോ, രാരിരാരോ രാരാരിരോ. പാറുവിന്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. വിവാഹശേഷം അവർ ചെന്നൈയിലായിരുന്നു താമസം. 2 പേർക്കും ഒരു കമ്പനിയിലായിരുന്നു ജോലി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ ജോലി കഴിഞ്ഞ് വരുന്ന വഴി
ഒരു ആക്സിഡന്റിൽ അവർ കൊല്ലപ്പെട്ടു. അനാഥയായ ബാലികയെ അവളുടെ അമ്മയുടെ അമ്മ, അതായത് വല്യമ്മ, സ്വീകരിച്ചു. പക്ഷേ നാട്ടുകാർ പറയുന്നത് അവരുടെ മരണത്തിന് കാരണം ഈ വല്യമ്മയാണെന്നാ. അതങ്ങനെ ദുർമന്ത്രവാദം. പേര് കേട്ട കൂടോത്രക്കാരിയാണ് ഈ വല്യമ്മ. പാരമ്പര്യമായ തൊഴിൽ. അതിനാൽ തന്നെ മറ്റുള്ളവരുമായി അത്ര അടുപ്പല്ല. എല്ലാവർക്കും ഒരു പേടിയാ. അങ്ങനെ ഇരിക്കുകയാണ് പാറുവിന് ഒരു പനി വന്നത്. ഒറ്റ നോട്ടത്തിൽ സാധാരണ പനിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കളി എന്നൊക്കെ പറയാം. ആ പനി അവളെയും കൊണ്ടുപോയി. എന്നോമൽ പൈങ്കിളി ബുൾഷിറ്റ്. ആരാടോ പനി വന്ന് ചാവുന്നത്? സാർ അത് പണ്ടത്തെ കാര്യമല്ലേ. പണ്ട് മലമനിപ്പാന്ന് മരിച്ചിട്ടുണ്ട് സാർ. അന്വേഷിച്ചാൽ അറിയാം. താൻ ബാക്കി പറ. അവളുടെ മരണം വല്യമ്മയ്ക്ക് വല്ലാതെ ഷോക്കായി. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. താൻ ഇതുവരെ ചെയ്യാത്ത ഒരു ദുർകർമ്മം ചെയ്ത് പാറുവിന്റെ ആത്മാവിനെ ആവാഹിക്കുക. 121 ദിവസം നീണ്ടുനിന്ന കർമ്മപ്രയോഗം അവസാന നാളിൽ പാറുവിന്റെ ആത്മാവ്, അങ്ങനെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ 1.5 കാലം പാവയിൽ കയറി. ആ പാവക്കുട്ടിയുള്ള സ്ഥലത്ത് അവളും ഉണ്ടാവും. വർഷങ്ങൾ അങ്ങനെ പോയി. ഒരു നാൾ ആ വല്യമ്മയും മരിച്ചു. എന്നാൽ അവരുടെ മരണശേഷം പാറുവിന്റെ ആത്മാവ് കോപിഷ്ഠയായി. അവരെ കാണാത്തതിനാൽ അവളുടെ ക്രൂരഭാവം പുറത്തു വന്നു. പിന്നീട് അവിടെ ആര് താമസിച്ചാലും 1 or 2 ദിവസം കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും. താൻ ഇംഗ്ലീഷ് മൂവിയില്ലേ അനുവല്ല, എത്ര പ്രാവശ്യം കണ്ടു? ഞാനങ്ങനെ ഇംഗ്ലീഷ് മൂവി കാണാറില്ല. സോഷ്യൽ മീഡിയയുടെ കാലാണ് ഇത്. കോപ്പിയാന്ന് പിള്ളേർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. അതിന് ഇത് കോപ്പിയടിയല്ല, ട്രൂ സ്റ്റോറിയാണ്. അതെ, ട്രൂ സ്റ്റോറി. വിശ്വസിച്ചു. ഇതെന്റെ നാട്ടിൽ നടന്ന കഥയാ. ഇപ്പോഴും ആ വീട് വിൽക്കാൻ വെച്ചിരിക്കുക. ഈ കഥ കേട്ട് ആരും വാങ്ങുന്നില്ല. ചീപ്പ് റേറ്റ് ആയിട്ടും ആൾക്കാർ ആ വരുന്നില്ല. അഥവാ വന്നാൽ തന്നെ ദൂരെ നിന്ന് വീട് കണ്ട് പേടിച്ചോടും. ആ വീടിന്റെ ഫോട്ടോ കാണാൻ വല്ല മാർഗമുണ്ടോ? ആ, സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സ്ഥലമാണല്ലോ. ഇത് പൊളിച്ചല്ല വീടുണ്ടാക്കിയിട്ട് നല്ല ക്യാഷ് വരാം. നമുക്കൊന്ന് സംസാരിച്ചാലോ? സാർ അത് വേണോ? കമ്മീഷൻ തരാടോ. വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്നൊരു കാര്യം ചെയ്യാം, തൻ്റെ കഥ നമുക്ക് സിനിമയാക്കാം. ആ വീട് സ്ഥലം ഞാൻ പറയുന്ന റേറ്റ് ഒപ്പിച്ചേരണം. നടക്കോ? നടത്താം, പക്ഷെ അവിടെ പ്രേതം കുറെ നേരം ഇരിക്കുന്നു. അങ്ങോട്ട് കാണാം. പിന്നെ താനീ പറഞ്ഞ പ്രേതം ഞാനിതുവരെ കണ്ടില്ല. ദൈവത്തെ പോലെ തന്നെ പ്രേതം ഉണ്ട് സാർ. ദൈവം തന്നെ ഉണ്ടോ സംശയം? അപ്പോൾ പ്രേതം ദൈവം ഉണ്ട് സാർ. താൻ കണ്ടോ? കണ്ടു, പലതവണ. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി നിൽക്കുമ്പോൾ, പെട്ട് നിൽക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് നമ്മളെ സഹായിക്കും. സാർ ഒന്ന് ഓർത്ത് നോക്ക്. അത് ശരിയാ. വാഹനം കേടായാലോ, പെട്രോൾ തീർന്നാലോ,
എന്തിനും വഴി തെറ്റിയാലോ ആരേലും ഒരാൾ വന്ന് സഹായിക്കാറുണ്ട്. ആ വ്യക്തിയെ പിന്നീട് നമ്മൾ കാണാറില്ല. നമ്മളെ സഹായിക്കാനായി എവിടുന്നോ വരുന്ന ഒരാൾ. ഇതെല്ലാം ദൈവത്തിന്റെ മായയാണ്. ഇത്തരം സഹായം കിട്ടാത്ത ആരും ഉണ്ടാകിയല്ല. ഇപ്പൊ താനി പ്രായത്തെയും കണ്ടു. അതെ സാർ, കണ്ടു. ഞാൻ ഈ കഥ എഴുതാൻ കാരണം ആ സിറ്റുവേഷനാണ്. എനിക്കും സ്ഥലക്കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുഖേന ഒരു ടീം ആ വീട് വാങ്ങിയത്. എന്നിട്ട് അവർ താമസിക്കാൻ വരുന്നതിന് മുമ്പ് വീട് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ജോലിക്കാർ ഭയം കൊണ്ട് വന്നില്ല. വാശി കാരണം ഞാൻ ഒറ്റയ്ക്ക് വീട് വൃത്തിയാക്കാൻ ഇറങ്ങി. ഇതാണോ നാട്ടുകാർ പറഞ്ഞ പാക്കുട്ടി? അവൻ്റെ പാവം. എങ്ങനെയോ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ. പക്ഷെ ആത്മാവിനെ പിന്തുടർന്നു. പല മന്ത്രവാദികളെയും കണ്ടു. ഭൂരിഭാഗം മന്ത്രവാദികളും കള്ളന്മാരാണ്. അവർ നമ്മളെ പറ്റിക്കും. 1 മാസം ശേഷമാണ് ഞാൻ ശരിക്കുള്ള മന്ത്രവാദി കണ്ടത്. പണം ഒരുപാട് ചെലവായി, എന്നാലും ജീവൻ തിരിച്ചു കിട്ടി. അന്തടോ 6 മാസം പ്രേതം ചെയ്യാതിരുന്നേ? അവസരം കിട്ടിയില്ല. ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു ഞാൻ 24 മണിക്കൂറും. എടോ, ഇതൊക്കെ തന്നെ വെറും തോന്നല. അല്ല സാർ, തന്റെ വിശ്വാസത്തെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. തനിക്ക് ആ വീട് എനിക്ക് കച്ചവടാക്കി തരാൻ പറ്റും. താമ്പോ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ റെഡി, കച്ചവടാക്കാം. ഗുഡ്, താൻ സ്ക്രിപ്റ്റിന്റെ മാനേജർ ഏൽപ്പിക്കും. ഒന്നും കൂടി ഒന്ന് പൊളിച്ച് ചെയ്താനുണ്ട്. ഓക്കെ, എന്നിട്ട് എന്നാ മതി. അല്ല, ശരിക്കും ആ കുട്ടിയുടെ പേര് പാർവതി തന്നെയാണോ? അല്ല, പിന്നെ പൗർണമി. പൗർണമി. പാറു തന്നെ വിളിക്കും. ആ വീടും നേരിട്ട് കാണും. സാറ് വന്നാ മതി, ഞാൻ ഏർപ്പാടാക്കാം. ഞാൻ തന്നെ നാട്ടിലെത്തിയിട്ട് വിളിക്കാം. താൻ ഫുൾ ടൈം ഫ്രീ അല്ലേ? ആ, ഞാൻ നാട്ടിലുണ്ടാവും. എന്നാ ശരി, താൻ വിട്ടോ. ആ, ഓക്കെ. സാറേ, എന്താടോ? എന്റെ മനസ്സ് പറയുന്നു ചില സത്യങ്ങൾ അറിയാനുള്ള സാറിന്റെ യോഗ എന്ന്. ആവട്ടെ, ഐ ആം വെയിറ്റിംഗ്.
എന്താടാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെടുത്ത് കളിക്കരുതെന്ന്. സോറി. അതെടുത്ത് വെക്ക്. ഇവനെന്താ എടുക്കാത്ത? എവിടെ പോയി കിടക്കാണ്? എന്തായാലും വീട് കണ്ടിരിച്ചല്ലോ, തിരിച്ചു പോകും വിളിച്ചു നോക്കാം. ഇതിലെ മെയിൻ കഥാപാത്രം ഒരു പാവക്കുട്ടിയാണ്. ഒരു 1.5 കാലം പാവക്കുട്ടി. നീ ഇവിടെ ഉള്ളാണോ? നിനക്കെന്താ ചെവി കേക്കില്ലേ? ചേടാ, എല്ലാരും കണക്കാണല്ലോ. ചന്ദ്രൻ പറഞ്ഞിട്ട് സ്ഥലം നോക്കാൻ വന്നു. ആ, ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു. അയാളെ ഞാൻ കുറെ വിളിച്ചു, ബട്ട് നോ റെസ്പോൺസ്. മൂപ്പര് ഫോണിന് എന്തോ കംപ്ലൈന്റാ, ചിലപ്പോ നന്നാക്കാൻ കൊടുത്തു കാണും. അത് ശരി, ഞാൻ ഒടുവിൽ ഒരു ഓട്ടോക്കാരനോട് വഴി വെച്ചാ ഇവിടെ എത്തിയത്. ആ, അത് ശരി. ഇവിടെ കാറ് വരില്ലേ? വരും. വേറെ ഒരു വഴിയുണ്ട്, കുറച്ച് കറങ്ങി വരണം. ആ, അല്ല ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, ഞങ്ങളേ ഉള്ളൂ. ഹസ്ബൻഡ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാ. സോറി. സാരല്ല. മോന്റെ പേരെന്താ? പേര് പറഞ്ഞോടുക്ക്. നന്ദു എന്നാ പേര്. നൈസ്. സാറിന്റെ നാടേടിയാ? കുറച്ച് ദൂരെയാ. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത്, ശരിക്കുള്ള അവസ്ഥ നിങ്ങൾക്കറിയോ? എന്താ സാർ? ചന്ദ്രനൊക്കെ പറയും പോലെ ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ സ്ഥലം വാങ്ങിയ ശേഷമാണ് ഈ കഥകളെല്ലാം കേൾക്കുന്നത്. ശരിക്കും ബ്രോക്കർ ഞങ്ങളെ പറ്റിച്ചതാ. വേറെ വഴിയില്ലാത്തതിനാൽ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. 4-5 മാസം ഇപ്പൊ കഴിയാറായി. ഞങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാ ചീപ്പ് റേറ്റിൽ വിൽക്കുന്നത്? ഇവന് വേണ്ടി. മനസ്സിലായില്ല. ഇവന് സുഖമല്ല, ഹാർട്ട് ഓപ്പറേഷൻ വേണം, അതിനു വേണ്ടിയാ വെക്കുന്നത്. ആ വരാ. നന്ദു, വേറെ ആരാ ഉള്ളത്? ആരുമില്ല. പിന്നെ ആരോടാ? അവൻ അങ്ങനെയാ, ഇടയ്ക്ക് ഇങ്ങനെ തനിച്ച് സംസാരിക്കും. കളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഇങ്ങോട്ട് പേടിച്ചിട്ട് ആര് വരാനാ? എനിക്ക് കഥകളിലൊന്നും തീരെ വിശ്വാസമില്ല. ഞങ്ങളെ ഭാഗ്യം. സാറ് റൂമൊക്കെ ഒന്ന് നോക്കിക്കോ, ഞാൻ ചായ എടുക്കാം. നോ, ചായ ഒന്നും വേണ്ട. ആദ്യമായിട്ട് ഒരാൾ ധൈര്യത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരു ചായ തന്നില്ലേ മോശല്ലേ? എന്നൊക്കെ കുടിച്ചേക്കാം. സാറ് റൂം പോയി കണ്ടോളൂ.
പ്രേതം ബോക്സിങ് പഠിക്കാറുണ്ടോ? ചെക്കൻ്റെ രണ്ടെണ്ണുണ്ടോ? ഉണ്ടാവും. ഹലോ ഹലോ, സാർ അകത്ത് കയറി നോക്കിക്കോ. അകത്താളുണ്ട്. ഇനി ചേച്ചി ചേച്ചി ആരുമില്ലല്ലോ. ചിലപ്പോൾ ഡോറ് കമ്പിളല്ലോ. പഴയ വീടല്ലേ? ചേടാ, ഇതും കമ്പിളല്ലയോ? ഹലോ ഹലോ, ചായ എടുക്കാൻ വന്നവളെ കാണുന്നില്ലത്. എല്ലാം കൂടി ഇത് എവിടെ പോയി? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഹലോ സാറേ, ചന്ദ്രനാ. എടോ, താൻ എവിടെയായിരുന്നു? എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. ഹോസ്പിറ്റലിൽ കുടുങ്ങി പോയതാ. ആ സ്ഥലം പോയി നോക്കണ്ടേ? ഇന്നെന്തായാലും നടക്കില്ല. അത് പറയാനാ ഞാൻ രാവിലെ വിളിച്ചത്. സാർ എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കല്ലോ എന്ന് കരുതി. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഏർപ്പാടാക്കാം. വേണ്ട, ഞാൻ കണ്ട്. ഇവിടെ ഒരു സ്ത്രീയും മകനും ഇല്ലേ? ഉണ്ടായിരുന്നു, ഒരു 4-5 മാസം മുമ്പ്. എങ്ങനെ? ഇപ്പൊ അവിടെ ആരുമില്ല, പൂട്ടി കിടക്കുക. ആ സ്ത്രീയെ സാറിന് അറിയാം. അവരും അവരുടെ മകനുമാണ് അവിടെ ലാസ്റ്റ് താമസിച്ചത്. എന്താണെന്ന് അറിയില്ല, 2-3 മാസം അവരവിടെ ഒരു പ്രശ്നമില്ലാണ്ട് താമസിച്ചു. ആ ചെക്കൻ ഹാർട്ടിന് എന്തോ അസുഖം വന്നതുകൊണ്ട് അവർ ആ സ്ഥലം വിൽക്കാൻ നോക്കി. പക്ഷെ അവിടുത്തെ കഥ കേട്ടിട്ട് ആരും വാങ്ങാൻ വന്നില്ല. ചികിത്സ കിട്ടാതെ ആ ചെക്കൻ അവിടെ കിടന്ന് ചത്തു. ഒരാഴ്ച കഴിഞ്ഞ് ആ സ്ത്രീ അടുക്കളയിൽ തൂങ്ങി മരിച്ചു. ഹലോ 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 സാറേ, ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, പിന്നെ വിളിക്കാം. അതെന്റെ പാവയാ. സാർ കിടന്നോളൂ, ഇതെന്റെ വീടാണ്. ഇപ്പം തരാം. വെള്ളം
സാറ് വഴി വെച്ച ആ ഓട്ടക്കാരൻ നമ്മളൊരു ഫ്രണ്ടാ. അവനാ സാർ അങ്ങോട്ട് പോയ കാര്യം പറഞ്ഞത്. കേട്ട പാതി ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടി വന്നു നോക്കിയപ്പോൾ സാറിൻ്റെ ആ മുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്നു. സാറും കണ്ടു അല്ലേ? എന്താ അവിടെ? പൗർണമി അല്ലേ? അതിനി സാറിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സാറിനെ കൊല്ലാതെ അത് പിന്മാറില്ല. ഞാൻ അന്ന് പറഞ്ഞില്ല എൻ്റെ അനുഭവം. ആ മന്ത്രവാദിയെ വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ ക്യാഷ് നല്ലോണം ചെലവാവും. ജീവനേക്കാൾ വലുതാണോ ക്യാഷ്? ആ സ്വാമി, അയാളെ കൊണ്ടുവരട്ടെ? ആ ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നേരെ ഭഗവതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുത്താം. രാത്രി 12 മണിക്ക് ശേഷം അങ്ങോട്ട് വരാം. ശരി എന്നാ. ഇതെന്റെ പാവയാ. പതിയെ അവൻ കേൾക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത തവണ എനിക്ക് ഡയലോഗ് വേണം. ഈ 6 തവണ എനിക്കൊരു ഡയലോഗും ഇല്ല. പൊട്ടനെ പോലെ ഒരേ നിൽപ്പാ. അപ്പൊ എനിക്കോ? ഇതെന്റെ പാവയാ, പറഞ്ഞു മടുത്തു. മിണ്ടാതിരി പിള്ളേരെ. കഴിഞ്ഞ തവണത്തെ ബാലൻസ് ഇത്തവണ തരണം. തരാം. അവന് സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയി ക്യാഷ് പീഞ്ഞ് വാങ്ങട്ടെ. സ്വാമിക്ക് ബാലൻസ് വെക്കാതെ കൊടുക്കുമല്ലോ. സ്വാമി വരുത്തനാ, നീ നമ്മുടെ ആളല്ലേ. ഫുൾ ക്യാഷ് തന്നില്ലേ? ഞാനും പിള്ളേര് ഇനി വരില്ല. തന്നിരിക്കും. അടുത്ത ഇരയെ ഫിക്സ് ചെയ്തോ? എനിക്കിതിലൊരു വിശ്വാസമില്ല. പിന്നെ ചേട്ടന് വലിയ വിശ്വാസമാണ്. ചീപ്പ് റേറ്റിൽ നമുക്ക് ആ സ്ഥലം അതുകൊണ്ട് വാങ്ങിപ്പിക്കാം. ആ വീട് പൊളിച്ച് നല്ലൊരു വീടുണ്ടാക്കിയ പൊന്നും വിലയ്ക്ക് ആൾക്കാർ അത് വാങ്ങും. എന്തായാലും സാർ ആദ്യം വന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണും. അയാളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി അയാൾ പൊട്ടനാണോ? വാ തുറക്കില്ലേ? ഹായ്. എല്ലാരും കണക്ക മോളാവും. ആ ഉണ്ണിയാണേ. മനസ്സിലായി, പറഞ്ഞോ. കഴിഞ്ഞ ദിവസം ഒരാള് ഡീറ്റെയിൽ വെച്ചില്ലായിരുന്നോ? ഒരു സുരേഷ് പണിക്കരെ. അത് നീ തന്നല്ലോ. അത് നോക്കണ്ട, വേറെ ആളെ സെറ്റാക്കാം. അയാളെന്താ പൊട്ടനാണോ? പൊട്ടനോ? അതൊന്നല്ല. പിന്നെ ഇപ്പോഴാ ഒരു ന്യൂസ് കിട്ടിയത്. 1 ആഴ്ച മുമ്പ് അയാള് മോള് മരിച്ചു. അയാളെ മോക്ക് ഭ്രാന്തായിരുന്നു. അവള് ഭ്രാന്ത് മൊത്ത് അയാളെ കൊന്ന് ആത്മഹത്യ ചെയ്ത്. ആ കൊച്ചിന്റെ പേരും പൗർണമി എന്നാ. പൗർണമിയോ? എന്നാലും ഈ ഗോപിയേട്ടൻ എവിടെ പോയി? ഒരാഴ്ചയായിട്ടും കാണുന്നില്ലല്ലോ. നമ്മളെ കൂടാതെ എന്തോ പുലി തെരഞ്ഞെടുക്കണം തുടങ്ങി കാണും.